ഇതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് വീഡിയോ കൂടിയാണിത്. നമ്മൾ ആദ്യം നെക്കിന് വേണ്ടിയിട്ട് സ്പോഞ്ചും ലൈനിങ്ങും കൂടി കട്ട് ചെയ്യുക. ലൈനിങ് ആദ്യം കട്ട് ചെയ്ത് വെച്ചിന്. അതിന് സ്പോഞ്ച് നടുക്ക് വെച്ച് ഫസ്റ്റ് നല്ലതും സെക്കൻഡ് സ്പോഞ്ചും മൂന്നാമത് ലൈനിങ് തുണിയും വെക്കുക. അതിന് ശേഷം അതിൻ്റെ നല്ല വശത്ത് നമ്മൾ ലേസ് മറച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നല്ല വശത്ത് മോശം വശമുള്ള ഭാഗത്ത് ലേസ് വെക്കുക. നല്ല വശത്ത് തുണി, മോശം വശം ലേസ് വെക്കുക. അതിനുശേഷം അത് ഏറ്റവും ലെങ്ത്ത് കൂടിയ ഭാഗത്താണ് വെക്കേണ്ടത്. എന്നിട്ട് അത് നമ്മൾ തിരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഈ കാണുന്ന പോലെ വെച്ചതിന് ശേഷം ഈ തിരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ ലേസ് വെച്ച് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം എല്ലാം കൂടി ഇത് കൂട്ടി യോജിപ്പിക്കുക ചെയ്യുക. ഈ കാണുന്നത് പോലെയാണ് നമ്മൾ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല വശത്ത് നമ്മൾ മോശം വശം ലേസായിട്ടാണ് വെച്ചത്. എന്നിട്ട് ഒരു പ്രസ് സ്റ്റിച്ചും കൂടി ഇപ്പുറത്തെ സൈഡിൽ കൊടുക്കും. നമ്മൾ ചെറിയ പീസിൽ സ്പോഞ്ച് ലൈനിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ വശത്താണ് നമ്മൾ ലേസ് വയ്ക്കുന്നത്. അതിന് സെക്കൻഡ് നെക്കിലും ലേസ് വെക്കുന്നത്. നമ്മൾ 5 ഇഞ്ച് അകലത്തിൽ ഇത് രണ്ടും യോജിപ്പിക്കുക. ഇതിൽ കാണുന്ന പോലെയാണ് നമ്മൾ രണ്ടും യോജിപ്പിക്കുന്നത്. അതിന് അകലം വരുന്നത് 5 ഇഞ്ച് അകലത്തിൽ വരുത്തണം. അതിന് ശേഷം നമ്മളിതിൽ നൈറ്റിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുക. സൈഡിൽ നമ്മൾ അതേപോലെ ലേസ് വെക്കണം. ഈ കാണുന്നത് പോലെ ലേസ് വെച്ച് കൊടുക്കുക. പിന്നെ താഴോളം നമ്മൾ വെച്ചിട്ട് പോകണം. താഴ്വശം നമ്മൾ നൈറ്റി തുണിയിൽ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇതവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ പഠിക്കുന്ന ലേസിൻ്റെ ഭാഗത്തോട് അതിൻ്റെ മേലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക.
എന്നിട്ടിത് നമ്മളൊരു മുട്ട സൂചി വെച്ചിട്ട് ഈ നെക്കൊന്ന് അവിടെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡിൽ ഉള്ള ലേസിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ മെല്ലെ മെല്ലെ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം നമ്മളിതിൻ്റെ ബാക്ക് വശത്ത് വെച്ചിട്ട് ഈ കാണുന്ന തുണി കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റുക ഈ ഫ്രണ്ടിൽ. ഈ പീസ് കൊണ്ട് നമ്മൾ സിബിന് കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫ്രണ്ടിലെ നെക്കിനൊന്നും കട്ട് ചെയ്യാതെ പോകണം. ശേഷം അതിൻ്റെ പീസ് 1.2 ഇഞ്ച് അടയാളത്തിലാണ് നമ്മൾ സിബിൻ്റെ കവർ എടുക്കുന്നത്. അത് എന്നിട്ട് നമ്മൾ നടു മടക്കി വരുന്ന ഭാഗം സിബിൻ്റെ നടുക്ക് വരുന്ന വിധത്തിൽ നമ്മൾ പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് വെച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. താഴോളം പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. താഴോട്ടെത്തുമ്പോൾ ഒരു കോണ് പോലെ മടക്കിയിട്ട് അതും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷം നമുക്ക് ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തിലുമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അത് കട്ട് ചെയ്തതിന് ശേഷം ഒരു ക്രോസ് പീസ് വെച്ച് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യണം. അത് ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക.
ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിന് ഷോൾഡർ കൂടി യോജിപ്പിക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ സ്റ്റിച്ചിങ് ചെയ്യുക. താഴോട്ട് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നൈറ്റ് സ്റ്റിച്ചിങ് കഴിയും.
ഇതിന് ഫുൾ വീഡിയോ ഇങ്ങനെയാണ്. ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നെക്കും ഫുൾ താഴോളവും സ്ലീവും താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ റെഡിമെയ്ഡ് സ്റ്റൈലിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. നമുക്കിത് എല്ലാവരും ഇങ്ങനെയാണ്. നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.